ഞാൻ വെല്ലുവിളിക്കുന്നു മടവൂരികളെ, വീണ്ടും വെല്ലുവിളിക്കുന്നു മടവൂരികളെ. നിങ്ങൾ വെല്ലുവിളിച്ചത് CD ഇടാനല്ലേ? ഞങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, കേരളത്തിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് കൗൺസിലിന്റെ CD, കണ്ണൂർ പ്രസംഗത്തിന്റെ CD, കോഴിക്കോട് പ്രസംഗത്തിന്റെ CD, തിരുവനന്തപുരം പ്രസംഗത്തിന്റെ CD പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാ. എന്നാൽ വെല്ലുവിളിക്കുന്നു മടവൂരികളെ, മുത്തഫഖുൻ അലൈഹിയായ മുഴുവൻ ഹദീസുകളും ഞങ്ങൾ സ്വീകരിക്കും എന്നീ സമുദായത്തോട് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? മുത്തഫഖുൻ അലൈഹിയായ, ബുഖാരി മാത്രം ഉദ്ധരിച്ചല്ല, ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച ഒരൊറ്റ ഹദീസും ഞങ്ങൾ തള്ളുകയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒന്ന്. രണ്ട്, അങ്ങനെ തള്ളുകയില്ല, ഞങ്ങളത് മുഴുവൻ സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ അത് നിങ്ങളുടെ നേതാവ് എന്ന് നിങ്ങൾ പറയുന്ന ഹുസൈൻ മടവൂരിനെ കൊണ്ട് ഈ പരപ്പനങ്ങാടിയിൽ വന്ന് പറയിപ്പിക്കാൻ ആണത്തമുണ്ടോ നിങ്ങൾക്ക്? പറയാൻ ആണത്തമുണ്ടോ മടവൂരിന്? ഒന്ന് പറയട്ടെ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുഴുവൻ ഹദീസുകളും മുത്തഫഖുൻ അലൈഹിയായ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കേണ്ടതില്ല. അത് സലഫികളുടെ മാർഗമല്ല. അങ്ങനെ പറയുന്നത് പിഴച്ച വാദമാണ്, നവയാഥാസ്ഥിതികതയാണ് എന്ന് ഇവിടെ വന്ന് പറയാൻ മടവൂരിന് ധൈര്യമുണ്ടോ? അലി പറഞ്ഞിട്ട് കാര്യമില്ല, അത് നേരത്തെ പറഞ്ഞ ഒച്ച ഉണ്ടാക്കുന്ന സാധനം. വീട്ടിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്ന് പറയട്ടെ, അങ്ങനല്ലേ? നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് ഒരു സംഗതി ചോദിക്കുമ്പോ മുറ്റത്ത് കെട്ടിയ ആടിനോടും പശുവിനോടൊക്കെയാ നല്ല ഒച്ചത്തിൽ ആട് കാര്യം എന്ന് വെച്ചാൽ ആടിനോടാ സംഗതി ചോദിക്കല്, പശുവിനോടാ സംഗതി ചോദിക്കല്. വേറെ ജീവികളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ചോദിക്കേണ്ടത് വീട്ടുകാരോടാണ്. നിങ്ങളുടെ വീട്ടുകാരൻ മടവൂരല്ലേ? നിങ്ങളുടെ വീട്ടുകാരൻ അബ്ദുൽ ഹമീദ് മദീനിയല്ലേ? അവരെ കൊണ്ടുവന്ന് പറയിപ്പിക്ക്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ഹദീസുകളും ഞങ്ങൾ സ്വീകരിക്കും. ഒന്നുകിൽ അങ്ങനെ പറയിക്കും, അല്ലെങ്കിൽ ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനില്ല. അത് സ്വീകരിക്കുക എന്നത് സലഫുകളുടെ മാർഗമല്ല എന്ന് പറയും.